Hello, in this class we are continuing with our module 3 and this is the class 4. So far we have seen carbon cycle and nitrogen cycle. ഇനി നമുക്ക് സൾഫർ സൈക്കിളും ഫോസ്ഫറസ് സൈക്കിളും ഹൈഡ്രോളജിക് സൈക്കിളും ആണ് ഉള്ളത്. അതിൽ ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സൾഫർ സൈക്കിളാണ്. സൾഫർ എന്ന് പറയുന്നത് എലമെന്റൽ എസ് എന്നാണ് നമ്മൾ അതിനെ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ 10th മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിലെ തന്നെ 10th മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻ്റ് ആണ് സൾഫർ. ആൻഡ് ഓൺ എർത്ത് ഇറ്റ് ഈസ് ദ 5th മോസ്റ്റ് കോമൺ എലമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാമല്ലോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. എലമെൻ്റൽ സൾഫർ കോമ്പൗണ്ട് ഫോമിലാണ് യൂഷ്വലി നമുക്കെല്ലാ എലമെൻറ്റ്സും അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ എലമെൻ്റൽ സൾഫർ അവൈലബിൾ ആണ്. അതൊരു ബ്രൈറ്റ് യെല്ലോ ക്രിസ്റ്റലൈൻ സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ ഈ എലമെൻ്റൽ സൾഫർ S8 എന്ന് പറയുന്നതിനെ നമുക്ക് ഒരു ബ്രൈറ്റ് യെല്ലോ ക്രിസ്റ്റലൈൻ സോളിഡായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സൾഫറിനെ നമുക്ക് ബ്രിംസ്റ്റോൺ എന്നും ഒരു പേരുണ്ട്, വിച്ച് മീൻസ് ബേണിംഗ് സ്റ്റോൺ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് റിയാക്ട്സ് വിത്ത് ഓൾ ദ മെറ്റൽസ് എക്സെപ്റ്റ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. എല്ലാ മെറ്റലുമായിട്ടും സൾഫർ റിയാക്ട് ചെയ്യും, ഫോമിങ് സൾഫൈഡ്സ്. അതുകൊണ്ട് തന്നെ എല്ലാ മെറ്റലിൻ്റെയും ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെറ്റീരിയൽ ഫ്രം വിച്ച് ദ മെറ്റൽ ഈസ് എക്സ്ട്രാക്റ്റഡ്, അതിനെയാണ് ഓർ എന്ന് പറയുന്നത്. അപ്പം എല്ലാ മെറ്റൽസിൻ്റെയും ഓറുകൾ സൾഫൈഡ്സ് ആയിരിക്കും. ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഓഴ്സ് ഓഫ് മെറ്റൽസ് ആർ സൾഫൈഡ്സ്. ഫോർ എക്സാമ്പിൾ ഗലീന, ലെഡിൻ്റെ ഗലീന ആണ് ഓറ്, അത് ലെഡ് സൾഫൈഡ് ആണ്. സിങ്ങിൻ്റെത് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. അയൺ പൈറൈറ്റിസ് എന്ന് പറയുന്നത് അയൺ ഡൈസൾഫൈഡ് ആണ്. അതുപോലെ കോപ്പർ അയൺ സൾഫൈഡ് ആണ് ചാൽക്കോ പൈറൈറ്റ്, കോപ്പറിൻ്റെ ഓറാണ്. ജിപ്സം കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ്, കാൽസ്യത്തിൻ്റെ ഓറ്. ബാരൈറ്റ് എന്ന് പറഞ്ഞാൽ ബേറിയം സൾഫൈറ്റിൻ്റെ ഓറാണ്. ഇതെല്ലാം തന്നെ സൾഫർ കോമ്പൗണ്ട്സ് ആണ്. ബാരൈറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം തന്നെ സൾഫൈഡ്സ് ആണ്. ബാരൈറ്റ് എന്ന് പറയുന്നത് ബേറിയം സൾഫേറ്റ് ആണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് സൾഫറിൻ്റെ കെമിക്കൽ ഇമ്പോർട്ടൻസ്. ഇനി ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്? സൾഫർ ഈസ് എൻ എസെൻഷ്യൽ എലമെൻറ്റ് ഫോർ ഓൾ ലൈഫ്. ലൈഫിൻ്റെ എക്സിസ്റ്റൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് സൾഫർ. അതുകൊണ്ട് തന്നെ അതിനെ എലമെൻ്റൽ മാക്രോ ന്യൂട്രിയൻറ്റ് എന്ന് പറയും. ഓക്കെ, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ളതിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ സൾഫർ മാക്രോ ന്യൂട്രിയൻ്റ് ആണ്, ലാർജ് ക്വാണ്ടിറ്റീസിൽ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബയോളജിക്കൽ സിസ്റ്റത്തിൽ 2 തരത്തിൽ കാണാറുണ്ട്. ഓർഗാനോ സൾഫർ കോമ്പൗണ്ട്സ് ആയിട്ടോ അതല്ലെങ്കിൽ മെറ്റൽ സൾഫൈഡ്സോ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓർഗാനോ സൾഫർ കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ അതിൽ അമിനോ ആസിഡ്സ് 3 അമിനോ ആസിഡ്സിൽ സൾഫർ ഉണ്ട്. അതിൽ ആദ്യത്തെ അമിനോ ആസിഡാണ് സിസ്റ്റീൻ. സിസ്റ്റീൻ്റെ സ്ട്രക്ചറാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സിസ്റ്റീൻ അമിനോ ആസിഡാണ്. ഇതിൽ ഒരു SH ഗ്രൂപ്പ്, തയോളാണ്, SH ഗ്രൂപ്പ് ഉണ്ട്. ഇത് സിസ്റ്റീൻ. ഇനി സിസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ 2 സിസ്റ്റീൻ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഒരു അമിനോ ആസിഡാണ് സിസ്റ്റൈൻ. അപ്പോൾ ഈ സിസ്റ്റൈനിൽ സൾഫർ ബോണ്ടുണ്ട്. ഇനി 3ാമത്തെ അമിനോ ആസിഡ് മെത്തിയനൈൻ ആണ്. മെത്തിയനൈൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. മെത്തിയനൈനിലും ഒരു സൾഫർ എലമെൻ്റ് പ്രസൻ്റ് ആണ്. അപ്പം ഈ 3 അമിനോ ആസിഡുകളും ലിവിങ് ഓർഗാനിസത്തിൽ പ്രോട്ടീൻ്റെ സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന അമിനോ ആസിഡുകളാണ്. ഇനി അടുത്തത് വൈറ്റമിൻസ്. 2 വൈറ്റമിൻസിലാണ് സൾഫർ ഉള്ളത്, ബയോട്ടിനിലും തയാമിനും. ഈ 2 വൈറ്റമിൻസിലും സൾഫർ പ്രസൻ്റ് ആണ്. അപ്പോൾ വൈറ്റമിൻസും അമിനോ ആസിഡ്സും ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സൾഫറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ ഇനിയും സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്
ബയോളജിക്കൽ സിസ്റ്റത്തിൽ പ്രസൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ കോ ഫാക്ടേഴ്സ്, പ്രോട്ടീൻ്റെയൊക്കെ അതല്ലെങ്കിൽ എൻസൈംസിൻ്റെ ആക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ കോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് കോ ഫാക്ടേഴ്സ് ആയ ഗ്ലൂട്ടാത്തയോൺ എന്ന് തയോ എന്ന് എവിടെ കണ്ടാലും യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് സൾഫർ. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന കോ ഫാക്ടറിൽ സൾഫർ ഉണ്ട്. തയോറിഡോക്സിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിലും സൾഫർ ഉണ്ട്. ഇതുകൂടാതെ അയൺ സൾഫർ പ്രോട്ടീൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പ്രോട്ടീൻസ് തന്നെയുണ്ട്. ഇതെല്ലാം റെസ്പിറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളാണ്. ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഈ കെരാറ്റിനാണ് നമ്മുടെ സ്കിന്ന്, ഹെയർ, ഈ പറയുന്ന പാർട്സിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ളത് ഈ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഇതുകൂടാതെ ബേർഡ്സിൻ്റെ ഫെദേഴ്സിലും കെരാറ്റിനുണ്ട്. ഈ കെരാറ്റിൻ്റെ പ്രത്യേകത ഇറ്റ് കണ്ടെയ്ൻസ് സൾഫർ ബോണ്ട്. ഈ പ്രോട്ടീനിൽ സൾഫർ ബോണ്ട് ഉണ്ട്. ഇതാണ് ഈ പ്രോട്ടീനിന് മെക്കാനിക്കൽ സ്ട്രെങ്ത്തും ഇൻസോലിബിലിറ്റിയും കൊടുക്കുന്നത്. സൾഫർ ബോണ്ട് ഉള്ളതുകൊണ്ടാണ് ഈ പ്രോട്ടീൻ ഇൻസോലിബിൾ ആവുന്നത്. ഈ സ്കിന്നും ഹെയറും ഒക്കെ സോലിബിൾ ആയിരുന്നതിലുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ സൾഫർ ബോണ്ട് ഉള്ളതുകൊണ്ട് ഈ സ്കിന്നിലും ഹെയറിലും ഒക്കെ ഉള്ള കെരാറ്റിൻ പ്രോട്ടീൻ ഇൻസോലിബിൾ ആവുന്നു. അതിന് നല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവുന്നു. അപ്പം ഇതാണ് ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സൾഫർ. ഇനി സൾഫർ സൈക്കിളിലേക്ക് വരുമ്പോൾ, വാട്ട് ഈസ് സൾഫർ സൈക്കിൾ? ഇറ്റ് ഈസ് എ സർക്കുലേഷൻ ഓഫ് സൾഫർ ഇൻ വേരിയസ് ഫോംസ് ത്രൂ നേച്ചർ. ബയോജിയോകെമിക്കൽ സൈക്കിളിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈക്കിളാണ് സൾഫർ സൈക്കിൾ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ഇതിന് 2 ഫേസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഈ ബയോജിയോകെമിക്കൽ സൈക്കിൾസ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഗേഷ്യസ് സൈക്കിളും സെഡിമെൻ്ററി സൈക്കിളും. ഈ സൾഫർ സൈക്കിളിൻ്റെ ഒരു പ്രത്യേകത ഇതിന് 2 ഫേസിലും ഉണ്ട്. ഗേഷ്യസ് സൈക്കിളും ഉണ്ട്, സെഡിമെൻ്ററി സൈക്കിളും ഉണ്ട് സൾഫർ സൈക്കിളിന്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് കാണുന്നതിന് മുന്നേ സൾഫർ സൈക്കിൾ ഇൻ ഷോർട്ട് എങ്ങനെയാണെന്ന് പറയാം. Sulfur occurs in all living matter as a component of certain amino acids. അമിനോ ആസിഡ്സിൻ്റെ പാർട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ അമിനോ ആസിഡുകളിൽ പ്രോട്ടീൻ ഫോം ചെയ്യുന്നു. ഈ പ്രോട്ടീൻ എവിടെയാണ് ഉള്ളത്? ലിവിങ് ടിഷ്യൂസിലാണ് ഇതുള്ളത്. ഈ ലിവിങ് ടിഷ്യൂസ് ഡീകേ ചെയ്യുമ്പോൾ, വെൻ ലിവിങ് ടിഷ്യൂസ് സ്റ്റോപ്പ് ലിവിങ് ദേ സ്റ്റാർട്ട് ഡീക്കേയിങ്. അപ്പോൾ അത് ഡീകേ ചെയ്യുമ്പോൾ ഈ പ്രോട്ടീൻ സോയിലിലേക്ക് എത്തുന്നു. അപ്പോൾ ഇറ്റ് ഈസ് അബണ്ടൻറ്റ് ഇൻ ദ സോയിൽ ഇൻ പ്രോട്ടീൻസ്. അപ്പോൾ ഈ പ്രോട്ടീൻ എങ്ങനെയാണ് സോയിലെത്തുന്നത്? ഈ ലിവിങ് മാറ്റർ ഡെഡ് ആവുമ്പോൾ ഇറ്റ് എൻഡ്സ് അപ്പ് ഇൻ സോയിൽ. അപ്പോൾ അവിടെ നിന്നാണ് ഈ സോയിലിൽ ഈ പ്രോട്ടീൻ എത്തുന്നത്. ആൻഡ് ത്രൂ എ സീരീസ് ഓഫ് മൈക്രോബിയൽ ട്രാൻസ്ഫോർമേഷൻസ് എൻഡ്സ് അപ്പ് ആസ് സൾഫേറ്റ്സ് യൂസബിൾ ബൈ പ്ലാന്റ്സ്. അപ്പോൾ പ്രോട്ടീനിൽ അമിനോ ആസിഡിൽ SH ഗ്രൂപ്പ് അല്ലെങ്കിൽ SS ഗ്രൂപ്പായിട്ടാണ് ഈ സൾഫർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോയിലിൽ ഈ പ്രോട്ടീൻ എത്തിക്കഴിയുമ്പോൾ സോയിലിലുള്ള ചില മൈക്രോബ്സിൻ്റെ ആക്ഷൻ വഴി ദേ ആർ ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു സൾഫേറ്റ്സ്. ഇങ്ങനെ ഉണ്ടാകുന്ന സൾഫേറ്റ്സിനെ പ്ലാന്റ്സ് ടേക്കപ്പ് ചെയ്യും. Sulfur containing proteins are degraded into their constituent amino acids by a variety of soil organisms. The sulfur of the amino acids is converted to hydrogen sulfide by another series of soil microbes. അപ്പം നമുക്കറിയാം ഈ സോയിലുള്ള പ്രോട്ടീൻസിനെ സൾഫേറ്റ്സ് ആക്കി ചില ബാക്ടീരിയ മാറ്റും. അതേപോലെ ചില മൈക്രോബ്സ് കൺവേർട്ട് ദ അമിനോ ആസിഡ്സ് ഇൻ ടു ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് മാറ്റും. In the presence of oxygen, hydrogen sulfide is converted to sulfur and then to sulfate by sulfur bacteria. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ അമിനോ ആസിഡിലുള്ള സൾഫർ സൾഫേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവൻച്വലി ദ സൾഫേറ്റ്സ് ആർ കൺവേർട്ടഡ് ബാക്ക് ടു ഹൈഡ്രജൻ സൾഫൈഡ്. ഇങ്ങനെ ഉണ്ടാകുന്ന സൾഫേറ്റ് വീണ്ടും പ്ലാന്റ്സ് ടേക്കപ്പ് ചെയ്യും. ആ പ്ലാന്റിൻ്റെ പ്രോട്ടീനിൽ നിന്ന് അത് വീണ്ടും സോയിലിലേക്ക് എത്തും. സോയിലിൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു ഹൈഡ്രജൻ സൾഫൈഡ്.
ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഫോമിലാണ് സൾഫർ സൈക്കിൾ ചെയ്യുന്നത്.